പ്രിയമുള്ളവരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ബിടെക് സിവിൽ അതുപോലെ തന്നെ മറ്റ് തത്തുല്യമായിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗിലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള PSC നിയമനം കാത്തു കഴിയുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കേരള ഗവൺമെന്റിന്റെ അസാധാരണ ഗസറ്റ് തീയതി 31/7/2025 പ്രകാരം പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ തസ്തികയിലേക്ക് PSC അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. തസ്തികയിൽ ബന്ധപ്പെട്ട ആവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക. കാറ്റഗറി നമ്പർ 180/2025. ശമ്പളം 55,200, 1,15,300 രൂപ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ്, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. അത് എത്രയാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കുറേ വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട്. റിട്ടയർമെന്റ് വേക്കൻസി ഒക്കെ ഉൾപ്പെടെ ഒരുപാട് വേക്കൻസികളൊക്കെ വരാൻ സാധ്യത ഉണ്ടാവും. നിയമന രീതി നേരിട്ടുള്ള നിയമനം തന്നെയാണ്. പ്രായപരിധി 21-നും 40-നും ഇടക്ക്. യോഗ്യതകൾ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, കേരള സർവകലാശാല PSC അല്ലെങ്കിൽ BTech എഞ്ചിനീയറിംഗ് സിവിൽ ഡിഗ്രിയോ, അല്ലെങ്കിൽ മദ്രാസ് സർവകലാശാലയുടെ BE സിവിൽ ഡിഗ്രിയോ, അല്ലെങ്കിൽ തത്തുല്യമായി അംഗീകരിച്ചിട്ടുള്ള മറ്റ് ഏതെങ്കിലും യോഗ്യതയോ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സിന്റെ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള അസോസിയേറ്റ് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ തത്തുല്യമായി അംഗീകരിച്ചിട്ടുള്ള മറ്റേതെങ്കിലും ഡിപ്ലോമ. രണ്ടാമത്തെ ഓപ്ഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സിൽ നിന്നും എഞ്ചിനീയറിംഗ് അസോസിയേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷന്റെ Aയും Bയും സെക്ഷനുകളിലുള്ള വിജയം. ഈ 3 ഓപ്ഷനാണ് ക്വാളിഫിക്കേഷനിലുള്ളത്. അപ്പൊ ക്വാളിഫൈ ആയിട്ടുള്ള എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കുന്നതിന്റെ രീതി നമുക്കൊന്ന് ജസ്റ്റ് ചർച്ച ചെയ്യാം. പുതുതായി അപേക്ഷിക്കുന്നവർക്കാണ് ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സ്ഥിരമായിട്ട് അപേക്ഷിക്കുന്നവർക്കൊക്കെ അറിയാം. എന്നാലും ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ അപേക്ഷ ഇൻവാലിഡ് ആയി പോകും. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.government.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതുമാണ്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 31/12/2014 അതിനുശേഷമോ എടുത്തതായിരിക്കണം. അത് വളരെയധികം ശ്രദ്ധിക്കുക. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷക്കാലത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. കമ്മീഷൻ മുൻപാകെ ഒരിക്കൽ സമർപ്പിച്ചുള്ള അപേക്ഷ സ്വാഭാവികമായി സ്വീകരിക്കപ്പെടുന്നതാണ്. അതിനുശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ ഒഴിവാക്കുവാനോ കഴിയുകയില്ല. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏത് അവസരത്തിലായാലും സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ വിജ്ഞാപന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കാണുന്ന പക്ഷം നിരുപാധികമായി നിരസിക്കുന്നതുമാണ്. ഈ കാര്യങ്ങൾക്ക് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കിയതിനു ശേഷം തെറ്റുകൂടാതെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എത്രയും വേഗം നിയമനം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊച്ചു വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലെയുള്ള ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം. PSC നിയമനം കാത്തു കഴിയുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേഗം നിയമനം ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്.